പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ സൈനിക നീക്കങ്ങളിൽ നിന്ന് നയതന്ത്രപരവും നിയമപരവുമായ ഒരു പുതിയ തലത്തിലേക്ക് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിന് മേൽ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ പുതിയൊരു നിയമനിർമ്മാണത്തിന് ഇറാൻ പാർലമെന്റ് തുടക്കമിട്ടിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് മാനേജ്മെന്റ് പ്ലാൻ എന്നറിയപ്പെടുന്ന ഈ നീക്കം കേവലം ഒരു പ്രാദേശിക നിയമമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക ക്രമത്തെയും സമുദ്ര നിയമങ്ങളെയും വെല്ലുവിളിക്കുന്ന ഒരു പുതിയ യുദ്ധതന്ത്രമാണ്. ഈ നിയമം യാഥാർത്ഥ്യമായാൽ ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര കപ്പലുകളിൽ നിന്ന് നികുതി ഈടാക്കാനുള്ള സ്ഥിരം അധികാരം ടെഹ്റാന് ലഭിക്കും. ഈ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വശം നികുതി ഈടാക്കുന്നത് ഇറാനിയൻ കറൻസിയായ റിയാലിൽ മാത്രമായിരിക്കുമെന്നതാണ്. അമേരിക്കൻ ഡോളറിന്റെ ആഗോളാധിപത്യത്തെ തകർക്കാനും ഇറാനു മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളുടെ നടുവൊടിക്കാനുമുള്ള കൃത്യമായ നീക്കമാണിത്. അന്താരാഷ്ട്ര കപ്പലുകൾക്ക് ഈ പാത ഉപയോഗിക്കണമെങ്കിൽ ഇറാനിയൻ കറൻസി ഉപയോഗിക്കേണ്ടി വരുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ കരുത്തു നൽകും. കൂടാതെ തങ്ങളോട് ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിൽ നിരോധനം ഏർപ്പെടുത്താനും ഈ നിയമം ഇറാൻ ഭരണകൂടത്തിന് അധികാരം നൽകുന്നു. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ ഏകദേശം 20% കടന്നു പോകുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. അതിനാൽ തന്നെ ഈ പാതയുടെ കവാടം കാക്കുന്നവർ എന്ന നിലയിലേക്ക് ഇറാൻ മാറുന്നത് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയ ഭീഷണിയാണ്. ആഗോള ഊർജ വിപണിയുടെ നിയന്ത്രണം ഭാഗികമായി ഇറാന്റെ കൈകളിൽ എത്തുന്നത് ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നു. ഒരു വശത്ത് അതിർത്തികളിൽ വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴും കടലിലെ നിയമങ്ങൾ പുനർനിർമ്മിച്ചുകൊണ്ട് ഇറാൻ നടത്തുന്ന ഈ നീക്കം ട്രംപ് ഭരണകൂടത്തെയും അന്താരാഷ്ട്ര സമൂഹത്തെയും വിറപ്പിച്ചിരിക്കുകയാണ്. മിലിറ്ററി കരുത്ത് കാണിക്കുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ ഇത്തരം നിയമപരമായ നടപടികൾ ഉണ്ടാക്കും. ഇത് സമുദ്രയാന സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ഉടമ്പടികളെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ശത്രു രാജ്യങ്ങളുടെ കപ്പലുകൾ തടയുന്നതിലൂടെ മേഖലയിലെ സൈനിക സാന്നിധ്യത്തെ നിയന്ത്രിക്കാൻ ഇറാന് സാധിക്കും. അമേരിക്കൻ നാവികസേനയ്ക്കും ഇത് വലിയ വെല്ലുവിളിയായി മാറും. സമാധാനം നിലനിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുമ്പോഴും പശ്ചിമേഷ്യയിലെ യഥാർത്ഥ അധികാരം തങ്ങളുടെ കൈകളിലാണെന്ന് ഉറപ്പിക്കാനാണ് ഇറാൻ ഈ മാസ്റ്റർ പ്ലാനിലൂടെ ശ്രമിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. റിയാലിലൂടെയുള്ള ഇടപാടുകൾ നിർബന്ധമാക്കുന്നതിലൂടെ പാശ്ചാത്യ ഉപരോധങ്ങളെ അപ്രസക്തമാക്കാൻ ഇവർക്ക് സാധിക്കും. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിക്കുന്നില്ലെന്നും അത് പുതിയ രൂപങ്ങൾ ആർജിക്കുകയാണെന്നും ഈ നിയമനിർമ്മാണം തെളിയിക്കുന്നു. ആഗോള വ്യാപാര പാതകളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ഇറാന്റെ ഈ നിയമയുദ്ധം വലിയൊരു വഴിത്തിരിവാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നയതന്ത്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും തങ്ങളുടെ പരമാധികാരം ഉറപ്പിക്കാനുള്ള ഇറാന്റെ ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തെ പുതിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്.